തലക്കുള്ളിലെ രക്തക്കുഴലുകൾ പൊട്ടി ചോര കല്ലിച്ച് ചോന്ന ഹൽവയായി മാറി. വെളുത്ത പുഴുക്കൾ തിന്നു തീർത്ത ഹൽവയിൽ പുഴുക്കൾ മാത്രം ബാക്കിയായി. ഒന്നും കഴിക്കാൻ കിട്ടാതെ അവർ പരസ്പരം തിന്നാൻ തുടങ്ങി. ഒന്നു മറ്റൊന്നിനെ കഴിക്കുന്നു. തീവണ്ടി ബോഗികൾ പോലവ ഒന്നു മറ്റൊന്നിനെ ഭക്ഷണമാക്കി. ഒന്നു മറ്റൊന്നിനെ കഴിക്കുന്നു. തീവണ്ടി ബോഗികൾ പോലവ ഒന്നു മറ്റൊന്നിനെ ഭക്ഷണമാക്കി. അതോടൊപ്പം അവ പെറ്റുപെരുകി പുതിയ തലച്ചോറായി മാറി. ചുറ്റുമുള്ളവർ ആ പുഴുക്കൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിക്കൊടുത്തു. ദി ആംബുലൻസ്, മതം, ദി മോസ്റ്റ് എക്സ്പെൻസീവ് ജാതി ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നീ ചേരുവകൾ ചേർത്തപ്പോൾ പുഴുക്കൾക്ക് സ്വാദേറിയ തൂവൽ കൊടിഞ്ഞ കിളിക്ക് പറക്കൊലൊടിഞ്ഞ അവൻ്റെ തലച്ചോറിലെ ചിറകൊടിഞ്ഞ കിളിക്കുടുംബ ചിറകരിഞ്ഞ തോന്നൽ. നാട്ടുകാരും ചിറകരിക്കാരം നടത്തി ചലനമൊടിഞ്ഞ തോന്നൽ. എപ്പോഴും ചലനാവാത്ത കിളിക്ക് സദാ സഹനത്തരായി നിന്നു. ആശകളെ അവൻ്റെ കണ്ണിലൂടെ ആകുലതകൾ ചെറുസിലൂടെയും ചിറന്നെ വഹിച്ചു കൊടുത്തുകൊണ്ടേയി. അങ്ങനെ കിളികൾ അവൻ്റെ തലച്ചോറിൻ്റെ കൂടെ അവന് വലുതായി. ഇപ്പോഴവൻ ഒരു മര്യാദാ കിളികൾ പറക്കാതായിരുന്നു. ഇപ്പോഴവൻ ഒരു മര്യാദാ പുരുഷോത്തമനാണ്. അവൻ ധനികനായി, വലിയ ഉദാരവാനായി, വലിയ അന്നദാതാവുമായി.